ഈ പ്രപഞ്ചം ഒന്നുമല്ല മഖ്ലൂക്കും അല്ലാഹുവും തമ്മിലുള്ള ഹിജാബ് ഇല്ലേ? അങ്ങനെ ഒന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ ദുആകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെയും ചില അടിമകളുടെയും ഇടയിൽ ഹിജാബ് നീങ്ങും, ഡയറക്റ്റ് വിഷയങ്ങൾ പെട്ടെന്നെത്തും, ഇടക്ക് ക്ലിയറൻസോ കസ്റ്റംസ് ക്ലിയറൻസ് ഒന്നും ഉണ്ടാവില്ല, പരിശോധനകളോ ടെസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ലേ? നിരപരാധികളുടെ ദുആക്കളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെയും ആ ദുആയുടെയും ഇടയിൽ മറയില്ല, ഹിജാബില്ല അല്ലേ? ഹിജാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം ദാത്തിനെ പരിചയപ്പെടുത്തി തരികയാണ്. ആയിരിക്കുന്നറിയോ? അടിമകൾക്ക്. ഒരുപാട് ഹിജാബുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട, മറച്ചു വെക്കപ്പെട്ടൊരു നിധി. ആർക്കും ലാ യുദ്രിക്കുഹുൽ അബ്സാർ, ആരും അവനെ കണ്ടെത്തുകയില്ല. ഒരു അയിന്, ഒരു തടി, ഒരു ദാത്ത് എന്നുള്ള നിലക്ക് ആർക്കും പറ്റുകയല്ല. ആ രീതിയിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട നിധി എന്ന നിലക്ക് ഇതൊന്ന് പുറത്തറിയണമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അല്ലാഹു പറയാ, ഫഅഹ്ബബ്തു അൻ ഉറഫ്, ഫഅഹ്ബബ്തു അൻ ഉറഫ്, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആശിച്ചു. അല്ലാഹു പറയാ, എന്നെ അറിയണം, എന്നെപ്പറ്റി ചർച്ച ചെയ്യണം, ഞാൻ ആരാണെന്ന് മനസ്സിലാകണം, എന്റെ ജലാലത്ത്, എന്റെ ജമാലത്തുകൾ, അതിനെ സംബന്ധിച്ചൊക്കെ വലിയ വലിയ ചർച്ചകൾ നടക്കണം. എന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് വലിയ വലിയ ഗവേഷണങ്ങൾ നടക്കണം. എന്റെ മാലിക്കീയത്തിനെയും ഖാലിക്കീയത്തിനെയും സൃഷ്ടികൾ മതിക്കണം. അങ്ങനെ ഞാൻ എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരുത്തനായി മാറണം. അല്ലാഹു പറയാണ്, അല്ലാഹു പറയാൻ അവകാശമുണ്ട്, അല്ലാഹു പറയാൻ അവകാശമുണ്ട് അല്ലേ? അല്ലാഹു വല്ല ഭയങ്കര കിബ്രനാണ്. അല്ലാഹ് കിബ്രൻ കേട്ടിട്ടില്ല? കിബ്ർ, അല്ലാഹു വലിയ കിബ്രനാണ്. മുസ്ലിയാർ ചൊയ്ലി അബ്ദുൽ വലിയ കിബ്രനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിലയിരുത്തുക? അത്രയും മോശക്കാരനാണെന്ന് അല്ലേ? അല്ലാഹു വലിയ കിബ്രനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുക? അത്രയും നല്ലവനാണ്. അൽ കിബ്റു രിദായി, കിബ്ർ അഹങ്കാരം എന്റെ ഉടുമുണ്ടാണെന്ന് പറഞ്ഞു അല്ലാഹു തആല. അതെടുത്തിട്ട് നിങ്ങൾ കളിക്കണ്ട, എന്റെ തുണിയെടുത്തിട്ട് നിങ്ങൾ ഉടുക്കണ്ട. എടാ, ബാപ്പാന്റെ കുപ്പ എടുത്തിട്ടുണ്ടാന്ന് പറയില്ല നമ്മൾ മക്കളോട്? അൽ കിബ്റു രിദായി, അഹങ്കാരം എന്റെ ഉടുപ്പാണ്. അത് അടിമകളായി നിങ്ങൾക്ക് ചേർന്നതല്ല. നിങ്ങൾ ഉടുപ്പേതാണ്? വിനയമാണ്. നിങ്ങൾ ഉടുപ്പേതാണ്? വിനയമാണ്, താഴ്മയാണ്. അതാണ് നിങ്ങൾക്ക് അലങ്കാരമുള്ള ഉടുപ്പ്. ഞാൻ താഴ്മയായ പിന്നെ ഇതൊന്നും നടക്കൂല. പറയാ, ഇതൊന്നും നടക്കൂല. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. എന്താ പറഞ്ഞതാ? ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. മുതകബ്ബിർ. അല്ലാഹു അവനെ സ്വയം പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് മുതകബ്ബിർ. ഞാൻ അഹങ്കാരമുള്ളവനാണ്, കിബറുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ പൊക്കിയ പൊങ്ങള് അല്ലെ? കിബറുള്ള ആൾക്കാർക്ക് ജാക്കി വെച്ചു കൊടുത്താൽ നന്നായിരിക്കും അല്ലേ? ഇച്ചിരി തലക്കനുള്ള മുതലാളിമാരുടെ നിന്ന് പണം പൈസ പിരിക്കാൻ പോയി പിരിവുകാരോട് പറഞ്ഞ പിരിവുകാർ പറയും അവരുടെ മനഃശാസ്ത്രം. ഇച്ചിരി തലക്കനുള്ളതിനടുത്ത് പൈസ കിട്ടാനുള്ള വഴി എന്താണ്? ഒരു 5-10 ആള് ഒരു കാറില് ജഗ പുകയായിട്ടങ്ങ് പോവുക അല്ലേ? എന്നിട്ട് മുതലാളിനെ കണ്ട് മുതലാളിനെ വിളിച്ചിരുത്തിട്ട് ആദ്യം സംസാരിക്കുന്നത് എന്താന്ന്? ആദ്യം ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക അല്ലേ? അങ്ങനെ സംസാരിക്കുന്നത് അല്ലേ?
അല്ല ശരിയാ. പിരിവാരോട് ചോദിച്ചാൽ അറിയാം. ചോദിച്ചു നോക്കി. ആദ്യം പറയേണ്ട വാക്കതാ ലാ ഇലാഹ ഇല്ലാ അന്ത വഹദക ലാ ശരീക ലക. അജരെ, നിങ്ങളാണ് എല്ലാം. നിങ്ങളെ കൊണ്ടല്ലാതെ ഇതൊന്നും നടക്കുകയല്ല. നിങ്ങളാണ് ആ മദ്രസ എടുത്തത്, ഈ പള്ളി എടുത്തത്, ആ യത്തീംഖാന എടുത്തത്, ആ മിസ്കീൻഖാന എടുത്തത്, എല്ലാം നിങ്ങളാണ്. നിങ്ങളെ കൊണ്ടേ നടക്കുള്ളൂ, വേറെ ആരെ കൊണ്ടോ നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പള്ളിയായിട്ട് വന്നതാണ്, അതും നിങ്ങളെ കൊണ്ടേ നടക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലാ അന്ത വഹദക ലാ ശരീക ലക. അജര് വീണില്ലേ? വീണില്ലേ? അപ്പൊ അജര് എന്താ വേണ്ടേ? പറഞ്ഞോ, ഒരു 10 ലക്ഷത്തിന്റെ ബഡ്ജറ്റാണ്. ശരി, ഞാൻ നന്നേക്കാം, തുടങ്ങിക്കോ. എന്താ കാര്യം? എന്താ കാര്യം? അല്ലാക്കി വരുന്ന കാര്യം. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അപ്പുറം സഹോദരിമാരും ഉണ്ടല്ലേ? അപ്പൊ സഹോദരിമാരെ ഒന്നും കൂടി വിളിക്കാം. ഞാൻ മറന്നുപോയി. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസിന് ബർക്കത്ത് ചെയ്ത് തരട്ടെ. മജ്ലിസിനെ അള്ളാഹു മലക്കുകളെ കൊണ്ട് പൊതിഞ്ഞു തരട്ടെ. പൊതിഞ്ഞാൽ മാത്രം പോരാ, ശൈത്താൻ കയറി വരുമ്പം ഇടി കൊടുക്കണം. അങ്ങനെ പൊതിയണം. ഖശ്യത്തുഹുമുൽ മലായിക. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞേ? മലക്കുകൾ അവരെ പൊതിയും. അള്ളാഹുവിനെ പറ്റി പറയുന്ന മജ്ലിസിനെ എന്തിനെ പൊതിയണത്? സഹിക്കാൻ കഴിയാനിട്ട് ശൈത്താൻ നുഴഞ്ഞു കയറാൻ മെനക്കണം. അപ്പൊ ഇടി കൊടുക്കാൻ മലക്കളെ ഭാഗത്തെടുക്കൂല ശൈത്താൻ. കണ്ട പേടിയാ. അതുകൊണ്ടല്ലേ ബദറിൽ കണ്ടപ്പോ ഓടിയത് ഇല്ലേ? അതില്ലേ ബദറിൽ കണ്ടപ്പോ ഓടിയില്ല, ഓട്ടം. അബൂജഹൽ ചോദിച്ചു, എവിടുക്ക? ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ സകല പരിപാടിയും ബാത്തിലായി. ഇന്നി അറാ മാ ലാ തറൗൻ. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തൊരു കൗമ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാണ്. ഓടി. ഖുർആനല്ലേ? കഥ പറയും പോലെ പറയും. നിങ്ങൾക്ക് എന്താ? ഖുർആനാണ്, അള്ളാഹു പറഞ്ഞതാണ്. ബദറിൽ മലക്കൾ ഇറങ്ങിയപ്പോൾ അവസ്ഥയെ പറ്റി അള്ളാഹു തആല പറഞ്ഞതാ. ശൈത്താന്റെ അവസ്ഥ എന്തായി ആ സമയത്ത് എന്ന്. അപ്പം മജ്ലിസ് ഖശ്യത്തുഹുൽ മലായികത്തു എന്നാണ് റസൂൽ പറഞ്ഞാൽ അതെന്നെ പരിപാടി. അതിങ്ങനെ കാവൽ നിൽക്കുന്ന 4 പേർ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ല മറക്കകത്ത് അച്ചടക്കത്തോടെ പെണ്ണുങ്ങൾ, ഇപ്പുറത്താണുങ്ങൾ, അല്ലേ? അങ്ങനെ ഇരിക്കണം. അപ്പൊ എന്താ? മലക്കൾക്ക് നല്ല രസമാണ്. എല്ലാം അല്ല, ഒരു ഡിസിപ്ലിൻ വേണ്ട. എന്തിനും അങ്ങനെ ഉണ്ട്. എല്ലാവരും രീതി വേണം. വേറെ പറഞ്ഞ രീതി ഇങ്ങനെയാണ്. അത് ചിലപ്പോൾ ശൈത്താൻ അനുയായികൾക്ക് പിടിച്ചൊന്നും വരൂല. അത് ഇതെന്ത് പരിപാടിയാപ്പാ, എടുത്ത മാറ്റപ്പാ. ഈ ആധുനിക ലോകത്ത് ഇങ്ങനെയൊക്കെ വിവരമാണോ? ഈ പരിഷ്കൃത ലോകത്ത്, ഈ ഹൈടെക് യുഗത്തിൽ ഇങ്ങനെയൊക്കെ വേണം. മുസ്ലിയാക്കന്മാർക്കും ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും. കാരണം എന്താ? മുസ്ലിയാക്കന്മാരാണല്ലോ ശൈത്താന്റെ തൊട്ട് പിറകിലുള്ളത്. പിന്നെ ബാക്കി എല്ലാവരും ബാക്കിൽ അങ്ങനെയാണ്. സഫ് അങ്ങനെയാണ്. അള്ളാഹു ബർക്കത്താക്കി തരാം. അള്ളാഹു കബൂലാക്കി തരാം. അപ്പൊ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പുകഴ്ത്താൻ മെനക്കെട്ടുള്ള അവസ്ഥയെ നോക്കി, ഒറിജിനൽ പുകഴ്ത്തൽ വന്നുള്ള അവസ്ഥയെ നോക്കി. ഡ്യൂപ്ലിക്കേറ്റ് പുകഴ്ത്തലേ ഇങ്ങനെ. ഡ്യൂപ്ലിക്കേറ്റ് പുകഴ്ത്തൽ തന്നെ ഇങ്ങനെയാണ് എന്റെ നേട്ടം, എന്റെ ആനുകൂല്യം. പിന്നെ ഒറിജിനൽ പുകഴ്ത്തലോ അതുകൊണ്ടാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.